ദേവു രസണ്ടായിരുന്നു. ചോദിച്ചോക്കാം. ശരത് സാർ മോളെ മനോഹരായിട്ട് പാടി. നമുക്ക് ആ പാടുമ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു, കേൾക്കുന്നവർക്ക് സന്തോഷം ഉണ്ടായിരുന്നു. ഒരു പിഞ്ച് പൈതൽ അവിടെ നിന്ന് പാടുന്നു, അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം. മക്കളെ, എനിക്ക് ആകെ തോന്നിയത് ഈ അനുപല്ലവിയുടെ നീ കണ്ടോ ഇല്ലേ, അത് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ട് കണ്ടോ, ഞാൻ ശ്രുതി തരാതെ കണ്ടോ, നീ കണ്ടോ ഇവൻ കണ്ടോ എന്നൊക്കെ ചോദിച്ചു. മക്കൾ അതൊന്ന് പാടി ശരിയാക്കാം. ഷിനു, എടുക്കടാ നിന്റെ ആയുധം. തൊണ്ടുപല്ലവിയാണോ? അല്ല, അനുപല്ലവിയാണ് ഞാൻ പറഞ്ഞത്. മതി മോളെ, മതി. ഈ ആ മുമ്പിലത്തെ പോർഷൻ ആയിരുന്നു കേട്ടോ, അത് ഒന്നും കൂടെ പക്ക ആക്കിയിട്ട് അങ്ങോട്ട് ചേരണം കേട്ടോ. പക്ഷെ എനിക്ക് കുറെ ഇഷ്ടമായി കുഞ്ഞു പാടിയത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു ശരത് സാർ. ഷാനിക, എന്തോ പശു അതെപ്പോഴങ്ങനെ വിളിക്കാം. ദേവൂട്ടി നന്നായിട്ട് പാടി മോളെ. ഞങ്ങളിങ്ങനെ ദേവൂട്ടിയുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ ഫസ്റ്റ് ആ ഒരു ഗോൾഡൻ ബസർ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കായിരുന്നു, ആ ദേവു എവിടെ പോയി മൊത്തം സോങ് സെലക്ഷൻ പ്രശ്നം അത് ഇത്. പക്ഷെ ഈ തവണ സോങ് സെലക്ഷന്റെ കാര്യത്തിൽ മോളെ ബാങ് ഓൺ, അടിപൊളി. കറക്റ്റ് സോങ്, നല്ല ഒരു സോങ് എടുത്തിട്ട് വന്നു മോള്, നന്നായിട്ട് പാടി. എനിക്ക് ഈ പറഞ്ഞ കണ്ടോടെ ആ ഒരു പ്ലാൻ, അതിൻ്റെ ഒരു ചെറിയൊരു ക്ലാരിറ്റി കുറവ് മാത്രം. ബാക്കി എന്തായാലും നന്നായിട്ട് തന്നെ പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. വിജയ് ചേട്ടാ. ദേവിക, വളരെ വളരെ ക്യൂട്ട് ഒരു വോയിസും അതുപോലെ തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു സോങ്, വളരെ ഭംഗിയായിട്ട് പാടി. ഇതില് ഭയങ്കര വലിയ ഡൈനാമിക്സ് ആയിട്ടുള്ള സംഭവം നല്ല, പക്ഷെ അതിൻ്റെ ആ ബ്യൂട്ടിഫുൾ ആ മെലഡി നമ്മളത് കറക്റ്റായിട്ട് നീറ്റായിട്ട് പാടുക. ഈ പറഞ്ഞ പോലെ ശ്രുതി നമ്മൾ എപ്പോഴും സൂക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാണ്ട് വേറെ കോംപ്ലിക്കേഷൻസ് ഇല്ല ഈ സോങ്ങിൽ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മെലഡി. സോ അത് നന്നായിട്ട് പാടി കേട്ടോ ദേവിക. വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. ഡേഞ്ചർ സോണിൽ ഇനി വരാണ്ടിരിക്കട്ടെ. താങ്ക് യു വിജയ് ചേട്ടാ. ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. ഓക്കെ ശരത് സാർ. അയ്യോ മോളെ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇത് ആരാ പാടിയത്? ഇത് പാടിയത് സുജാത ചേച്ചിയും വേണുഗോപാൽ സാറും. വേണുചേട്ടൻ, എനിക്ക് ഈ സുജാത ചേച്ചിയെ പോലും ഞാൻ ഈ പാട്ട് കേൾക്കുമ്പം കേട്ടതായിട്ട് ഓർക്കുന്നില്ല. വേണുചേട്ടൻ്റെ ശബ്ദമാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത് കേട്ടോ. നമ്മുടെ എന്താ പറയണ്ടേ, ശരത്തങ്ങളുടെ കുറേ പാട്ട് പാടിയിട്ടുണ്ട്. മായാമഞ്ചലിലൊക്കെ വേണമെങ്കിൽ ശരത്തങ്ങളുടെ വേണ്ടി പാടിയ ഹിറ്റ് പാട്ടുകൾ ഒന്നാണ്. അപ്പം അത് കുറേ സന്തോഷം വേണുചേട്ടൻ്റെ പാട്ട് പാടിയതിൽ കേട്ടോ. മോളെ 8.5 മാർക്ക്. താങ്ക് യു ശരത് സാർ. ഷാനിക, 8 എന്ന് പറയുന്നത് കുറഞ്ഞും പോവും, 9 എന്ന് പറയുന്നത് കൂടിയും പോവും. അതെ, എന്നാ പിന്നെ 8.75. അത് ആക്ച്വലി ഒരു പോയിന്റ് ആണ്. പക്ഷെ പറ്റിച്ചു. 8.5. 17 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ വിജയിച്ചേണ്ട മാർക്ക് നമ്മൾ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സൂപ്പർ. ഞാൻ അടുത്തതും ഇതുപോലെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണം. ഓക്കെ, ബെസ്റ്റ്.